ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? റോസ് ബെൻ വ്ളോഗിൻ്റെ മറ്റൊരു കുട്ടി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീക്കെൻഡായിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ചോ? ഞങ്ങൾക്ക് ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് തന്നെ കുട്ടി വീക്കെൻഡായിരുന്നു. ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് പാവൽ എന്നെ പിക്ക് ചെയ്യാൻ വന്ന് നേരെ കൈമുകിൽ പോയിട്ട് തായ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ല പോലെ ഫുഡ് അടിച്ചു. യെസ്, ഈ വരുന്ന 22-ാം തീയതി നമുക്ക് പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള കീ കിട്ടും. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഫർണിച്ചേഴ്സൊക്കെ മേടിക്കാനുണ്ട്. കാര്യം കറൻ്റ്ലി നമുക്കുള്ള ഫർണിച്ചർ കുറേയൊക്കെ ഞങ്ങളുടെ ഇപ്പോഴത്തെ അപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ വരുന്ന ആൾക്ക് കൊടുക്കുവാണ്. സ്വിറ്റ്സർലൻഡിൽ ഫർണിച്ചർ ഇല്ലാത്ത അപ്പാർട്ട്മെൻറ്റ്സ് ആട്ടോ കൂടുതലും ഉള്ളത്. അതായത് റെഡി ടു മൂവ് ഇൻ കൈൻഡ് ഓഫ് അപ്പാർട്ട്മെൻറ്റ്സ് അല്ല. നമ്മൾ നമ്മുടെ തന്നെ സ്വന്തം ഫർണിച്ചർ മേടിക്കണം. നമ്മൾക്ക് കംപ്ലീറ്റ്ലി എംപ്റ്റി ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം പുതിയതായിട്ട് നമ്മളുടെ വീടെടുക്കാൻ വന്ന കുട്ടിക്ക് കുറേ ഫർണിച്ചേഴ്സ് നമ്മുടെ ആവശ്യമുണ്ട് പറഞ്ഞു. അപ്പം നമ്മളത് കൊടുക്കാമെന്ന് കരുതി. പക്ഷേ അപ്പോൾ ലാൻഡ് ലോഡായിട്ട് അത് എഗ്രിമെൻറ്റിലും വെക്കണം കേട്ടോ. ഇന്ന ഫർണിച്ചേഴ്സ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യേണ്ട. കാര്യം നമ്മൾ ഈ ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റ് വിട്ട് പോകുമ്പോൾ നമുക്കിതെങ്ങനെ കിട്ടിയോ അതുപോലെ ആക്കി കൊടുത്തിട്ട് വേണം നമ്മൾ തിരിച്ചു പോകാൻ. എൻ്റെ പ്രത്യേകതയാണെങ്കിൽ എപ്പോഴും കഴിഞ്ഞ 2 അപ്പാർട്ട്മെൻറ്റും എനിക്ക് ന്യൂ അപ്പാർട്ട്മെൻറ്റ്സ് ആയിരുന്നു. ആരും താമസിക്കാത്ത ടൈപ്പ് ഓഫ് അപ്പാർട്ട്മെൻറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫർണിച്ചേഴ്സ് നോക്കി വെക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ ആദ്യം പോയത് മിക്കാസയിലേക്കാണ്. ഇവിടുത്തെ മീഗ്രോ സൂപ്പർ മാർക്കറ്റിൻ്റെ തന്നെ ഫർണിച്ചർ ബേസ്ഡ് അല്ലെങ്കിൽ ഹോം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉള്ള ഒരു ഷോപ്പാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫിസ്റ്ററിലേക്കാണ്. ഫിസ്റ്റർ കുറച്ചും കൂടി എക്സ്പെൻസീവ് സൈഡിലേക്കുള്ള ഫർണിച്ചേഴ്സും ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉള്ളതാണ്. പാവൽ നല്ലപോലെ ഇത് എൻജോയ് ചെയ്യേണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറയുന്നത് നോർമലി ഷോപ്പിംഗ് ഒന്നും പുള്ളിക്ക് വലിയ താല്പര്യമില്ല, എൻ്റെ കൂടെ വരും. പക്ഷേ ഫർണിച്ചേഴ്സ് ഷോപ്പിംഗ് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാം, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഫർണിച്ചർ ഷോപ്പിംഗ് ഇഷ്ടപ്പെട്ടു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലിവിക്കിലും പോയി. ലിവിക്ക് ആണ് എനിക്ക് കുറേയും കൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഡ്യൂബൻഡോർഫ് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് ഈ പറഞ്ഞ 3 ഷോപ്പുകളും ഉണ്ടായിരുന്നു. ഐക്കയിൽ ഞങ്ങൾ വേറൊരു ദിവസം പോയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പാവലിന് കൊക്കക്കോള കുടിക്കണം, വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മീഗ്രോസിൽ കയറിയിട്ട് 2 ഐസ്ക്രീമും കൊക്കക്കോളയൊക്കെ മേടിച്ച് നേരെ ഞാൻ എൻ്റെ ഡ്രൈവിങ്ങിലേക്ക് കടന്നു. കാര്യം എനിക്ക് പരീക്ഷയാണ് ഈ വെനസ്ഡേ. അപ്പോൾ ഇത്രയും നാളും പണിയെടുത്തതിൻ്റെ റിസൾട്ട് എനിക്ക് വെനസ്ഡേ അറിയും. ഇവിടെ ഭയങ്കര ടഫാട്ടോ ലൈസൻസ് കിട്ടാൻ. പിന്നെ 3 തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൈക്കാട്രിസ്റ്റിനെയൊക്കെ കാണണം പ്രാക്ടിക്കൽ ടെസ്റ്റ് തോറ്റാൽ. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് കടക്കാനായിട്ട് തന്നെ ഭയങ്കര പാടാണ്, ഭയങ്കര റൂൾസാണ്. അതുകൊണ്ട് തന്നെ 10 പ്രാവശ്യം വിൻ ചെയ്യുമെന്നും പറഞ്ഞ് പോകരുത്. എല്ലാവരും ഇവിടെ ഞാൻ പരിചയപ്പെട്ടതിൽ 2-മത്തെയോ 3-മത്തെ പ്രാവശ്യമൊക്കെ ആട്ടോ പാസ്സായിരിക്കണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. പാവൽ എനിക്ക് വേണ്ടി റിസോട്ടോ കുക്ക് ചെയ്തു. ഐ വാസ് സൂപ്പർ ടയേർഡ് വിത്ത് ഡാൻസ് പ്രാക്ടീസ് ആൻഡ് എവറിത്തിങ്. റിസോട്ടോ വിത്ത് അസ്പെരാഗസ് ആയിരുന്നു. അമേസിങ് ആണ് കേട്ടോ പാവലിൻ്റെ കുക്കിങ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ.